നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിന്റെ മർദ്ദനമേറ്റ ഷാഫി പറമ്പിൽ എംപിയെ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം പുറത്തു വന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലെല്ലാം ഈ അദ്ദേഹത്തിന് ഏറ്റ മുറിവ് അത് വ്യാജമാണെന്ന രീതിയിൽ, അതായത് ആ ചോരയൊക്കെ വ്യാജമാണ്, അത് മഷി കുപ്പി, അതായത് ചുവന്ന മഷിയാണ് ആ മുഖത്തുള്ളത്, അല്ലാതെ അത് ചോരയല്ല എന്ന രീതിയിലുള്ള ഒരു കളിയാക്കലുകളൊക്കെ ഇടത് അനുകൂല പേജുകൾ കഴിഞ്ഞ ദിവസം മുഴുവൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ശക്തമാകുന്ന മറ്റൊരു ആക്ഷേപമാണ്, അതായത് ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി, മൂക്കിലായിരുന്നു ശസ്ത്രക്രിയ, പക്ഷേ അദ്ദേഹത്തിന് താടി വടിക്കാതെ ശസ്ത്രക്രിയ നടത്തി എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഇടത് അനുകൂല ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചില പോസ്റ്റുകൾ കൂടി, ചില ട്രോളുകൾ കൂടി നോക്കാം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരിഹസിച്ചുകൊണ്ടുള്ള ചില ട്രോളുകൾ ഇപ്രകാരമാണ്: കേരളം ആരോഗ്യരംഗത്ത് ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പരിസരം ഷേവ് ചെയ്ത് മാറ്റുന്ന ഹോസ്പിറ്റലുകാർ ഷാഫിയുടെ മീശ പോലും വടിക്കാതെ 3 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി. ഇതെങ്ങനെ എന്നതടക്കമുള്ള ചോദ്യമാണ് പരിഹാസമായി ഉയരുന്നത്. മീശ വടിക്കാതെ നേസൽ ബോൺ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്ത ആദ്യത്തെ ആൾ ഷോഫിക്ക ആയിരിക്കും. ശരീരത്തിൽ എവിടെയെങ്കിലും ഓപ്പറേഷൻ തീരുമാനിച്ചാൽ പരിസര പ്രദേശം മുഴുവൻ ഷേവ് ചെയ്ത് മാറ്റുന്ന ഹോസ്പിറ്റലുകാർ ഷോഫിക്കയുടെ മീശ പോലും അടിക്കാതെ 3 മണിക്കൂർ ഓപ്പറേഷൻ പൂർത്തിയാക്കി. ചെയ്ത ഡോക്ടർക്ക് മെഡിക്കൽ ഫീൽഡിൽ നോബൽ സമ്മാനവും ഗിന്നസ് വേൾഡ് റെക്കോർഡും ഒന്നിച്ചു കൊടുക്കണം. 3 മണിക്കൂർ മൂക്കിന് സർജറി ചെയ്ത മഷി പറമ്പിലിന് താടി മീശയും അതേപോലെ ഇരിക്കുന്നു എന്നത് വെള്ളം വീഞ്ഞാക്കിയത് പോലെയുള്ള അത്ഭുതമാണ്. ഇത്തരത്തിലുള്ള പരിഹാസ ട്രോളുകളാണ് നിലവിൽ ശക്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് താടി വടിച്ചു കളഞ്ഞില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും നിലവിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഴുവൻ ഇത്തരത്തിൽ ചില പരിഹാസങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്നതാണ്. ആ ഒരു മഷി, ഷോഫിക്ക എന്ന തരത്തിലുള്ള ചില പരിഹാസങ്ങളൊക്കെ നിലവിൽ ശക്തമാകുന്നുണ്ട്. എന്തായാലും എംപിക്കാണ് ഇത്തരത്തിലൊരു പരിക്കേറ്റിരിക്കുന്നത്, മെമ്പർ ഓഫ് പാർലമെന്റിന്. തീർച്ചയായിട്ടും വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. നടപടികൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് സൂചനകൾ. കോഴിക്കോട് പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തെ തുടർന്നായിരുന്നു ഷാഫി പറമ്പിലിന് മുഖത്തിന് സാരമായി പരിക്കേറ്റത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐസിയുവിലാണ് ഷാഫി പറമ്പിലായിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എംപിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിരുന്നു. സ്ഥാനം തെറ്റുന്ന സാഹചര്യമുണ്ടായി. മൂക്കിന്റെ പാലം വളയുകയും ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. തുടർ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായിട്ടാണ് ഐസിയുവിലേക്ക് മാറ്റിയത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് എംപിയുടെ 10 ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി എംപി, ആ വ്യക്തിയാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ട്രോളുകൾ കൊണ്ട് നിറയുന്നത്. അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഈ ട്രോളുകൾ ഇപ്പോൾ നിറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും രാഷ്ട്രീയമാകാം, പക്ഷേ രാഷ്ട്രീയം ഒരു ആപത്ത് വന്നിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ശരിയാണോ എന്നൊരു ചോദ്യം കൂടി മറുവശത്ത് ശക്തമാകുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ MP, ദീപാ ദാസ് മുൻഷി, എംപിമാരായ MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, DCC പ്രസിഡന്റുമാരായ K പ്രവീൺകുമാർ, VS ജോയ്, MLA മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, നജീബ് കാന്തപുരം, AP അനിൽകുമാർ, നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK ഫിറോസ്, N വേണു, ബഷീർ അലി തങ്ങൾ, ഗോകുലം ഗോപാലൻ, K ജയന്ത്, N സുബ്രഹ്മണ്യൻ, TT ഇസ്മായിൽ, പാറയ്ക്കൽ അബ്ദുള്ള, റിജിൽ മാക്കുറ്റി, PM നിയാസ് തുടങ്ങിയവർ ഷാഫി പറമ്പിലിനെ സന്ദർശിച്ചിരുന്നു. ഷാഫി പറമ്പിലിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി വസന്ത് സിറിയക് തെങ്ങുംപള്ളി ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് പാർലമെന്റ് അംഗത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന നിർണായകമായ ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെയും മനുഷ്യ അവകാശങ്ങളുടെ ലംഘനമാണ് മർദ്ദനമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. വിഷയത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് വസന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ജീവിത അവസാനം വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന മോഹം ആർക്കും വേണ്ടെന്ന് പോലീസിനോട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ UDF സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലായിരുന്നു പോലീസിന് മുന്നറിയിപ്പ് KC വേണുഗോപാൽ നൽകിയത്. ബൈജു എന്ന SP പറയുന്നത് MP ആക്രമിച്ചിട്ടില്ല എന്നാണ്. മിസ്റ്റർ ബൈജു, ജീവിത അവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാകുമെന്ന മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ
നിങ്ങൾ കാണും. എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തിയ നിങ്ങളുടെ നടപടി ഞങ്ങൾ ചോദ്യം ചെയ്യും. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല. എന്നാൽ ഇത്രയും ഭീകരമായി പോലീസ് ഒരു പക്ഷം ചേർന്ന് ഒരു പാർലമെന്റ് അംഗത്തെയും നേതാക്കളെയും തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാൽ ഇത് പറയാതെ പോയാൽ താനൊരു സാധാരണ പ്രവർത്തകനല്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണത്തിന് കാവൽ നടത്തുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. നിയമപരമായി പേരാമ്പ്രയിൽ നടത്താൻ അനുവാദം കിട്ടിയ ജാഥയാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഡിവൈഎസ്പി സുനിൽ ഒന്ന് സൂക്ഷിച്ചോ, ഞങ്ങളുടെ ബുക്കിൽ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോലീസ് യൂണിഫോമിന് പവിത്രതയുണ്ട്, പാരമ്പര്യമുണ്ട്. ആ യൂണിഫോം ഇട്ടിട്ട് ഏമാമാരെ സുഖിപ്പിക്കുന്നവരെല്ലാം അഴിമതി നടത്തുന്നവരാണ്. അവരുടെ അഴിമതി മറച്ചു പിടിക്കാനാണ് ഈ സുഖിപ്പിക്കൽ. അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ എംപിക്ക് നേരെ നേതാക്കന്മാർക്കെതിരെ കുതിര കയറിയാൽ നിങ്ങൾ അറിയും ഷാഫി ആരാണ്, കോൺഗ്രസ് എന്താണ്, UDF എന്താണ് എന്ന്. ഇത് CPMന്റെ അവസാനത്തെ ഭരണമാണ്. ഇതിനെല്ലാം കണക്ക് തീർത്ത് ചോദ്യം ചോദിക്കുന്ന കാലമുണ്ട്. അതിനാൽ കാക്കി കുപ്പായത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളതെന്നും കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ആക്രമണങ്ങൾക്കെല്ലാം പ്രതിഷേധിച്ച് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപം UDF പ്രതിഷേധം നടത്തിയിരുന്നു. അതിൽ സംഘർഷമുണ്ടായി, വീണ്ടും സംഘർഷമുണ്ടാകുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധ വേദിക്ക് സമീപത്ത് നിന്ന് പോലീസിനെ തള്ളിമാറ്റിയ പ്രവർത്തകർ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നതോടെ പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ ആകുന്ന സാഹചര്യം. തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകർ പോലീസ് ഗോ ബാക്ക് വിളികളുമായാണ് യോഗ പരിസരത്ത് തടിച്ചുകൂടിയത്. MPയെ സംരക്ഷിക്കാത്ത പോലീസിന്റെ സംരക്ഷണം UDF സംഗമത്തിന് വേണ്ട എന്നായിരുന്നു പ്രവർത്തകരുടെ നിലപാട്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ സംയമനം പാലിക്കാൻ അഭ്യർത്ഥിച്ചതോടെയാണ് പ്രതിഷേധക്കാർ പിൻവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.